എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്കൊരു വറുത്തരച്ച ഇടിച്ചക്ക തീയൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്ക രാവിലെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഇത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുന്നേ ഉള്ളൂ. ഇത് തീരെ ചെറുതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം മൂത്തത് എടുക്കരുത്. നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങിപ്പോകുന്ന ആ സൈസ് കുരുവായിരിക്കണം അതിൻ്റെ അകത്തുള്ളത്. ആ പാകത്തിനെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മതി കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചകിരി വെച്ചിട്ട് ഇതിൻ്റെ അരക്കൊക്കെ നമുക്ക് എടുത്ത് കളയാം. അതിന് ശേഷം ഇതിൻ്റെ മടലൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇടിച്ചക്കയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഈ വലിപ്പത്തിൽ വേണം നമ്മൾ തീയൽ തയ്യാറാക്കാനായിട്ട് അരിയേണ്ടത്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇടിച്ചക്ക നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. സാധാരണ ഈ സമയത്തൊക്കെ കടച്ചക്ക ഉള്ളത് കൊണ്ട് ഇടിച്ചക്ക അങ്ങനെ ആരും എടുക്കാറില്ല. പക്ഷേ നമുക്ക് ഈ ഇടിച്ചക്കയെ അതുപോലെ തന്നെ തീയൽ തയ്യാറാക്കി എടുക്കാം. നല്ല ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തന്നെയാണിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ 5 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ചത് വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇടിച്ചക്കയിൽ നിന്ന് ഊറി വന്ന വെള്ളത്തിൻ്റെ ആ ഒരു ആവിയിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെന്തോന്നൊന്ന് നോക്കാം നമുക്ക്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഒരുപാട് വേവിക്കരുത്. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. നമ്മൾക്ക് കുഴയാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ തീയൽ തയ്യാറാക്കാനായിട്ട് നമുക്കൊന്ന് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് കൂടുതൽ തേങ്ങ വേണം കേട്ടോ. നമ്മൾ ചക്കയല്ലേ എന്തായാലും. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ തേങ്ങ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങ നമ്മൾ ചിരവിയിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 6-7 ചെറിയ ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി അല്ലിയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ തന്നെ വറുക്കുമ്പോൾ അതും കൂടെ ഓട്ടോമാറ്റിക്കലി ചൂടായി വന്നോളും. അപ്പോൾ ചക്ക തന്നെ നമുക്ക് വേവിച്ച് കഴിക്കണം എന്നൊന്നുമില്ല. ചക്ക ഏറ്റവും നല്ലതാണ് ശരീരത്തിന് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയൊക്കെയുള്ള കറികൾ നമുക്ക് ഇടിച്ചക്ക തോരൻ വയ്ക്കാം, ഇടിച്ചക്ക തീയൽ വയ്ക്കാം, അങ്ങനെ മെഴുക്ക് പുരട്ടാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഈ ചക്ക കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ തയ്യാറാക്കുക. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കതിന് വേണ്ട പൊടികൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മല്ലി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണത്. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗരം മസാല അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് നമുക്കിട്ട് കൊടുക്കാം ഇതൊന്ന് തണുക്കാനായിട്ട്. നമ്മൾ ഈ തേങ്ങയുടെ കൂടെ ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടില്ലെങ്കിൽ അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഉള്ളിക്ക് തന്നെ വേറെ ഒരു ടേസ്റ്റാണ്. അത് ചൂടായതും ചൂടാവാത്തതും തമ്മിൽ നല്ല വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വറുത്തരച്ച തീയൽ പോലുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് ചൂടായി വരണം. എന്നാലേ ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഈ പൊടികളെല്ലാം വറുത്തതെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നമുക്ക് ആദ്യമേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതും ശ്രദ്ധിച്ചോളുക. വറുത്തരച്ചിട്ടുള്ള ഏത് കറി വയ്ക്കുമ്പോഴും നമ്മൾ ആദ്യമേ
വെള്ളം ഒഴിച്ചൊരിക്കലും കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. ആദ്യമേ നമ്മളൊന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയെല്ലാം നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളല്ലാതെ അരയ്ക്കുമ്പോൾ ഇതുപോലെ പൊടിച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതിനും വ്യത്യാസമുണ്ട്. അല്ലേ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമ്മൾ അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, തെറിച്ച് പോവും. അപ്പം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് തവി കൊണ്ടൊന്ന് ലൂസാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ച് വെക്കണം. എല്ലാം നമ്മൾ ഈ അരപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പുളി ഉപ്പ് എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും നമുക്ക് കറി വയ്ക്കാനായിട്ട്. ഓൾറെഡി നമ്മൾ ഇടിച്ചക്ക നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഈ അരപ്പിലേക്ക് നമ്മളെല്ലാം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പും നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇടിച്ചക്കകത്തോട്ട് ഇതെല്ലാം കൂടെ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഇതെല്ലാം ചേർക്കുമ്പോഴും എല്ലാം ഇളക്കി വരുമ്പോൾ കുഴഞ്ഞു പോകും. അതിനാണ് നമ്മൾ ഇതുപോലെ ആദ്യമേ അരപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഈ ഇടിച്ചക്കയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇടിച്ചക്കയിലേക്ക് നമ്മുടെ അരപ്പെല്ലാം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വറുത്തരച്ച് വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇടിച്ചക്ക പോലുള്ളതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കി കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ആവരുത്, മീഡിയം ഈ പരുവത്തിലുള്ള വെള്ളമേ ആകാവൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും വേറെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതിനകത്തെല്ലാം കുറച്ച് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അരപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. ഒരു 5 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ നമ്മുടെ ഇടിച്ചക്കയിൽ ഈ അരപ്പ് ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിച്ച് വന്നാൽ മാത്രം മതി. അത്രയും മതി. അതിൽ കൂടുതൽ നമ്മൾ തിളപ്പിച്ചെടുക്കും. ഇവിടെ നല്ല ഇടിയും മിന്നലുമാണ്, മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് കേട്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് നമ്മളൊരു ചെറിയ പാൻ ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കുറച്ചധികം എടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കടുക് വറുക്കുമ്പോൾ ഈ തീയലൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉള്ളി കൂടുതലും കറിവേപ്പില എല്ലാം കുറച്ചധികം തന്നെ എടുക്കണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇതെല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെയധികം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.